നമ്മൾ പോകുന്നത് പ്രോമിസ് ബ്രിഡ്ജിലേക്കാണ്. 12 മണി വരെ ഉണ്ടെന്നാണ്. ഇന്ന് സാറ്റർഡേ ആയ കാരണം. അപ്പോ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. എല്ലാവരും ഉണ്ട്. ഓക്കെ, ദുബായ് നൈറ്റിൽ കാണാനാണ് ഏറ്റവും ഭംഗി. ദാ അവിടെ കാണുന്നതാണ് ഡ്രാഗൺ മാർട്ട്. നമ്മുടെ ഉണ്ട് തോന്നുന്നു ഡ്രാഗൺ മാർട്ട് അല്ലേ? വീഡിയോസ് നോക്കാട്ടോ. അപ്പൊ ലെറ്റ്സ് ഗോ. ഡ്രാഗൺ മാർട്ടാണ് കേട്ടോ. ഹായ്, നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ സ്ഥലത്തേക്ക്. ഈ വണ്ടികൾ മുഴുവൻ അവിടേക്കുള്ളതാവുന്നുണ്ട് കേട്ടോ. ഞങ്ങള് തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന്. നല്ല തിരക്ക് കേട്ടോ. അറിയില്ല പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ ഞങ്ങള് വിചാരിച്ച ആരും ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഗൈസ് നമ്മളുടെ പ്രോമിസ് ബ്രിഡ്ജ് എത്തിട്ടോ. അപ്പൊ ഗൈസ് നമ്മളുടെ ഇത് എത്തിട്ടോ. എന്താ പറയാ, പ്രോമിസ് ബ്രിഡ്ജ് അതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലം എത്തി. നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോകാട്ടോ നമ്മൾ. അതിൻ്റെ ഈ ഭാഗമാണ്. നല്ല രസം കാണാൻ വേണ്ടി. പക്ഷെ എന്താ പ്രത്യേകത എന്നറിയോ? നിറച്ച അറബികളാണ് നിറയെ. ചെറിയൊരു വാട്ടർഫാളൊക്കെ ഉണ്ട് കേട്ടോ. അതില് അരയന്ന ഉണ്ട് കേട്ടോ. അത് ഒറിജിനലാണോ? അത് അല്ല അല്ലേ. പിന്നെ അതാണ് നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറയണത്. അപ്പൊ അതിലേക്ക് കയറാൻ പോകുന്നുള്ളൂ. നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ പ്രോമിസ് ബ്രിഡ്ജ് എന്നുള്ളത്? ഇതാണ് നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജ്. ഹായ്, നമ്മൾ ഇപ്പോൾ പ്രോമിസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. ലവേഴ്സ് ആണ് കൂടുതൽ വരാറുള്ളത് ഈ സൈഡിലേക്ക്. അപ്പോൾ അവരുടെ പേരുകൾ എഴുതിയിട്ട് ലോക്ക് ചെയ്തിടും. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞവരും പിന്നെ ലവേഴ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരിത് കാണിച്ചു തരാൻ കൂടി വരും. നമുക്ക് ഇവിടുന്ന് ലോക്ക് കിട്ടും വാങ്ങാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പേര് എഴുതിയിടാം. നമുക്കിങ്ങനെ ഓക്കെ. ഇവിടെ ഈ പ്രോമിസ് ബ്രിഡ്ജിൻ്റെ താഴെ കൊക്കുകൾ ഇരിക്കണം. കണ്ടോ നിങ്ങൾ? ഇത് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. പിന്നെ അരയനൊക്കെ ഉണ്ട്, താറാവൊക്കെ ഉണ്ട് കേട്ടോ. അതേനെ ഞാൻ സൂം ചെയ്തിട്ടാണ് മാക്സിമം എടുത്തിട്ടുള്ളത്. അത്ര ക്ലാരിറ്റി ഇല്ല. ഇത് അടുത്ത പ്രോമിസ് ബ്രിഡ്ജ്. ഇതേ അവിടെ 2 പേര് പ്രോമിസ് ചെയ്ത് ഇതേ കണ്ടോ ലോക്ക് ചെയ്യണം. ഇത് ഗ്രീൻ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. നമ്മുടെ കടലാസ് പൂവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഷേപ്പിൽ കുറച്ച് ഇതുണ്ട് കേട്ടോ. അത് ഉണ്ടോ? അവിടെ ഒരു ലൈക്കിൻ്റെ അവിടേക്കും കൂടെ ഇത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ വാഷ്റൂമാണ് കേട്ടോ. പഴയ വാഷ്റൂമാണ്. എന്നിട്ട് അതിൽ ഫൂട്ട് വെച്ചിട്ടാണ്. കണ്ടോ? ഫൂട്ട് ഓപ്പറേറ്റർ വാഷ് ബേസിൻ ഗിട്ടു കാണിക്കിട്ടാ. നോക്കിയേ, ഫൂട്ട് അമർത്തുമ്പോൾ ഇവിടെ വെള്ളം വരും. ഒന്നുകൂടി കാണിച്ച്. കണ്ടോ? പഴയതാണ് കേട്ടോ. ഹായ്, ഇവിടത്തെ ഇത് കണ്ടില്ലേ? എന്ത് രസമല്ലേ കാണാൻ. പംകിനൊക്കെയാണ്. പിന്നെ ഇതാ അവിടെ പശുവും കോഴിയൊക്കെ ഉണ്ട്. പിന്നെ അവർ നല്ല അടിപൊളിയായിട്ടേ ചെടിച്ചട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സാധനം പോലും വേസ്റ്റ് ചെയ്യാതെ
കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ ആ പാൻറ്റിൻ്റെ അവിടെ നന്നായിട്ടില്ലേ, നല്ലൊരു കൺസെപ്റ്റ്. മെയിനായിട്ട് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. കണ്ടോ തായ് കോർണർ, തായ്ലാൻഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ നമ്മുടെ നാടൻ കിണറുണ്ട്. അപ്പുറത്തൊരു പശു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മരിയാടുകളുണ്ട്. വിചാരിച്ചിട്ട് കോയിൻ ഇടണം. ലച്ചുവിന് ഫോട്ടോസ് എടുത്തിട്ട് മതിയാവണില്ല ചേട്ടാ. ഇതാരാണ് അവിടെ ഫുഡ് മെനു വായിച്ചോണ്ടിരിക്കുന്നത്. പോത്ത് ദേ പശുവിന്റെ കൂടെ ഫോട്ടോ എടുക്കണം. നമ്മളപ്പോ ഇതിന്റെ ഉള്ളിലുള്ള സ്പിന്നീസ് സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ സ്പിന്നീസ് മാത്രമല്ല, കുറെ സ്റ്റോളുകൾ ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോളുകൾ ഇവിടെ കണ്ടോ. ലവേഴ്സിന് വേണ്ടിയിട്ട് കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഡയറി മിൽക്ക് കാരമലിൻ്റെ ഐസ്ക്രീം വാങ്ങി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്ന് വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങളിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു. ഹായ്, നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ രാത്രിയിലെ ദുബായിയുടെ ഭംഗി കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. റോഡുകളൊക്കെ ഫുൾ ലൈവാണ്. ഇപ്പൊ മണി 12 മണിയായിട്ടാ. 12 എന്ന് പറയുമ്പോൾ നാട്ടിൽ 1:30 ആയിട്ടുണ്ടാവും പുലർച്ചെ.